പെട്ടെന്നുണ്ടായ ഒഴുക്കിൽ നിന്നാണ് അവർ അപകടത്തിൽപ്പെട്ടത്. പക്ഷേ ആശ്വാസകരമെന്നോണം രണ്ടുപേരെ രക്ഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതുവരെ മറ്റു രണ്ടുപേരെ രക്ഷിക്കാനുള്ള ശ്രമം തുടരുകയാണ്. രക്ഷിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. പാലക്കാട് ചിറ്റൂർ പുഴയിലാണ് കുളിക്കാനിറങ്ങിയ 4 പേർ കുടുങ്ങിയത്. ഇതിൽ 2 പേരെ ഇപ്പോൾ രക്ഷപ്പെടുത്തി എന്നുള്ളത് ഏറെ ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ്. മറ്റു 2 പേരെ രക്ഷിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ദൃശ്യങ്ങളിൽ കാണാം ഒരു ഒഴുക്ക് എത്രത്തോളം ശക്തമാണെന്നുള്ളത് കാണാം. അതിലാണ് അവർ അകപ്പെട്ടത്. അതിൽ നിന്ന് 2 പേരെ രക്ഷപ്പെടുത്തി. മറ്റു 2 പേരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു യുവതിയുണ്ട്, അതിൽ അവരെ രക്ഷപ്പെടുത്തി ആദ്യം. മറ്റു രണ്ടാമത്തെ ആളെയും ഇപ്പോൾ രക്ഷപ്പെടുത്തി. മറ്റു 2 പേരെയും രക്ഷപ്പെടുത്താനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പാലക്കാട് ചിറ്റൂർ പുഴയിൽ കുളിക്കാനിറങ്ങിയ 4 പേരാണ് കുടുങ്ങിയത്. ഇതിൽ 2 പേരെയാണ് രക്ഷപ്പെടുത്തിയത്. ഒരു സ്ത്രീ ഉൾപ്പെട്ടിരുന്നു അതിൽ. അവരെയും രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ഇക്ബാൽ തുടരുന്നുണ്ട്. ഇക്ബാൽ തുടരാം. ശ്രുതി, ഇപ്പോൾ ഈ പുഴയിൽ കുടുങ്ങിയ 2 പേരെയാണ് ഇപ്പോൾ കരയ്ക്ക് എത്തിക്കാൻ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്ക് സാധിച്ചിട്ടുള്ളത്. 4 പേരാണ് ഇന്ന് ഉച്ചയോടുകൂടി ഈ പുഴയിൽ കുടുങ്ങിയത്. ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്നാണ് ഇവർ ഈ പുഴയിൽ കുടുങ്ങിയെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. പ്രദേശവാസികളാണ് 4 പേരും. ഇവർ കുളിക്കാൻ വേണ്ടിയാണ് ഈ നർണി കോസ്വേക്ക് സമീപത്തേക്ക് എത്തിയത്. ഇതിനിടയിൽ പെട്ടെന്ന് ജലം ഇരച്ചെത്തി എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇവർ 4 പേരും അവിടെ ഒറ്റപ്പെട്ടു പോവുകയായിരുന്നു. പിന്നീട് നാട്ടുകാർ വിവരം അറിയിച്ചാണ് ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ മറ്റ് ജനപ്രതിനിധികൾ ഉൾപ്പെടെ അവിടേക്ക് എത്തിയത്. ഉടനെ ചിറ്റൂരിൽ നിന്നുള്ള ഫയർഫോഴ്സ് സംഘവും ഈ പ്രദേശത്തേക്ക് എത്തി രക്ഷാപ്രവർത്തനം നൊടിയിടിയിൽ ആരംഭിക്കുകയായിരുന്നു. ഈ വിവരം അറിഞ്ഞ് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഉൾപ്പെടെയുള്ളവർ ഈ പ്രദേശത്തേക്ക് എത്തി രക്ഷാപ്രവർത്തനത്തിനുള്ള നിർദ്ദേശങ്ങൾ നൽകി. എത്രയും പെട്ടെന്ന് തന്നെ രക്ഷാപ്രവർത്തനം ആരംഭിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. ഉദ്യോഗസ്ഥർ ഈ കരയിൽ നിന്നും ഈ കുടുങ്ങിക്കിടന്ന ഈ 4 പേരും കുടുങ്ങിക്കിടന്നത് പുഴയ്ക്ക് നടുവിലുള്ള ഒരു പാറക്കെട്ടിലാണ്. അവിടേക്ക് ഒരു വടം എത്തിച്ച് അവിടെ നിന്ന് പിന്നീട് ലൈഫ് ജാക്കറ്റുകൾ ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ പുഴയിൽ കുടുങ്ങിക്കിടന്ന ആളുകളെ കരയ്ക്ക് എത്തിച്ചത്. ഒരു വനിത ഉൾപ്പെടെ 4 പേരാണ് ഈ പുഴയിൽ കുടുങ്ങിക്കിടന്നിരുന്നത്. കുളിക്കാൻ വേണ്ടി എത്തിയതായിരുന്നു ഇവർ. ഏതായാലും 2 പേരെ, ഈ 4 അംഗ സംഘത്തിൽ 2 പേരെയാണ് ഇപ്പോൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഈ കരയ്ക്ക് എത്തിച്ചിട്ടുള്ളത്. മറ്റ് 2 പേരെയും കൂടിയും ഉടൻ തന്നെ ഈ കരയ്ക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. വനിത ഉൾപ്പെടെയുള്ള ആളുകളെയാണ് ഇപ്പോൾ ഈ കരയ്ക്ക് എത്തിച്ചിട്ടുള്ളത്. ഈ കുടുങ്ങിക്കിടന്ന ആളുകൾക്ക് ലൈഫ് ജാക്കറ്റ് ധരിപ്പിച്ച് അവരെ ഈ പുഴയ്ക്ക് കുറുകെ കെട്ടിയിട്ടുള്ള ഈ വടവുമായി ബന്ധിപ്പിച്ച് ഓരോ ആളുകളെയായി ഇങ്ങോട്ടേക്ക് എത്തിക്കുകയാണ്. വൃദ്ധർ ഉൾപ്പെടെ ഈ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. വൃദ്ധയായ ഒരു വനിത ഈ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. അവരെ ഉൾപ്പെടെ ഈ വടത്തിൽ കെട്ടിച്ച് അല്പസമയം മുമ്പ് ഇങ്ങോട്ടേക്ക് എത്തിച്ചിട്ടപ്പോൾ 3ാമത്തെ വ്യക്തിയെയും ലൈഫ് ജാക്കറ്റ് ഉൾപ്പെടെ ധരിപ്പിച്ച് ഈ വടത്തിലൂടെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ നടത്തി പുഴ കടക്കാനുള്ള ഒരു ശ്രമമാണുള്ളത്. വലിയ രീതിയിൽ ജലനിരപ്പ് ഉയർന്നില്ലെങ്കിൽ പോലും പെട്ടെന്ന് തന്നെ ജലം ഇരച്ചെത്തിയതാണ് ഇവർക്ക് പുഴ കടക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടായത്. ഇതിനോടൊപ്പം തന്നെ മഴയുണ്ടായിരുന്നു. ശക്തമായ മഴയാണ് ഈ ചിറ്റൂർ മേഖലയിൽ ഉൾപ്പെടെ ഇന്ന് രാവിലെ മുതൽ ഉണ്ടായത്. ഏതായാലും ഇപ്പോൾ രക്ഷാപ്രവർത്തനത്തിന് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളില്ല. നേരിയ മഴ മാത്രമാണ് ഈ പ്രദേശത്ത് ഉള്ളൂ. ഏതായാലും ഈ കുടുങ്ങിക്കിടന്ന 4 പേരിൽ 2 പേരെ ഇപ്പോൾ പൂർണ്ണമായും കരക്കെത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. 3ാമത്തെ വ്യക്തിയെ ഇപ്പോൾ ലൈഫ് ജാക്കറ്റും അതുപോലെ തന്നെ മറ്റ് സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ഉദ്യോഗസ്ഥർ ഇപ്പോൾ പുഴ കടത്താൻ ശ്രമം ആരംഭിച്ചിട്ടുണ്ട്. അവരെ ഉടൻ തന്നെ പുഴ കടത്തും. 4 പേരെയും ഉടൻ തന്നെ രക്ഷിക്കാൻ കഴിയും എന്ന ഒരു വിശ്വാസത്തിലാണ് ഉദ്യോഗസ്ഥരുള്ളത്. ചിറ്റൂരിൽ നിന്ന് ഉൾപ്പെടെയുള്ള ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരാണ് ഈ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നത്. ശ്രുതി, ഇപ്പോൾ 3 പേരെ രക്ഷപ്പെടുത്തി. 3ാമത്തെ ആളെയും പുറത്തെത്തിച്ചിട്ടുണ്ടോ? 4 പേരാണുള്ളത്. ഇതിൽ 3ാമത്തെ ആളെയും പുറത്തെത്തിച്ചിട്ടുണ്ടോ? അപ്പം ഈ ഒരു ജലനിരപ്പ് ഉയരുന്നത് ആശങ്കപ്പെടുത്തുന്ന കാര്യം തന്നെയാണ്. മഴ ഇപ്പോൾ ഇല്ല എന്നുള്ളത് ആശ്വാസമാണെങ്കിൽ പോലും ജലനിരപ്പ് ഉയരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമല്ലോ. അപ്പോൾ അതിനുള്ളൊരു മുന്നൊരുക്കങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? ശ്രുതി, 3ാമത്തെ വ്യക്തിയെ ഇപ്പോൾ കരയ്ക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങളാണ് ഉദ്യോഗസ്ഥർ നടത്തുന്നത്. പകുതി ദൂരത്തോളം ഈ വ്യക്തിയെ ഉദ്യോഗസ്ഥർ എത്തിച്ചിട്ടുണ്ട്. ഉടൻ തന്നെ ഇയാളെയും കരക്കെത്തിക്കാൻ സാധിക്കും. ഒരു വൃദ്ധനായ ഒരു വ്യക്തിയാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥർ രക്ഷപ്പെടുത്തുന്നത്. ഇനി ഒരാളെയും കൂടിയാണ് രക്ഷപ്പെടുത്താനുള്ളത്. അദ്ദേഹത്തിനൊപ്പം മറ്റൊരു ഉദ്യോഗസ്ഥൻ ഈ ഒരു പാറയ്ക്ക് ഇയാൾക്ക് സമീപത്തായി ഈ പാറയിൽ തന്നെ ഉണ്ട്. എന്തെങ്കിലും വിധത്തിലുള്ള അത്യാഹിതങ്ങൾ സംഭവിച്ചാൽ രക്ഷപ്പെടുത്താനുള്ള സംവിധാനങ്ങൾ ഈ പാറയിലേക്ക് എത്തിച്ചതിന് ശേഷമാണ് രക്ഷാപ്രവർത്തനം ആരംഭിച്ചത്. 2 പേരെ പൂർണ്ണമായും ഈ കരയ്ക്ക് എത്തിക്കാൻ ഉദ്യോഗസ്ഥർക്ക് സാധിച്ചിട്ടുണ്ട്. ചിറ്റൂരിൽ നിന്നുള്ള ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലായിരുന്നു ഈ രക്ഷാപ്രവർത്തനം ആരംഭിച്ചത്. ഇപ്പോൾ ചെറിയ രീതിയിലുള്ള മഴയാണ് ഈ പ്രദേശത്തുള്ളത്. അത് മാത്രമാണ് ഈ രക്ഷാപ്രവർത്തനത്തിന് വലിയൊരു
വലിയൊരു തടസ്സമായി ഉണ്ടായിരുന്നത്. ഏതായാലും പുഴയിലെ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്നാണ് കുളിക്കാൻ എത്തിയ ഈ 4 പേരും ചിറ്റൂർ പുഴയിൽ, ഈ ഗായത്രി പുഴയിൽ അകപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. നെർണി കോസ്വേക്ക് സമീപത്തായാണ് ഈ 4 പേരും കുടുങ്ങിക്കിടന്നത്. 3 പുരുഷന്മാരും 1 സ്ത്രീയുമാണ് ഏകദേശം 1 മണിക്കൂർ സമയത്തോളം ഈ പുഴയിൽ കുടുങ്ങിക്കിടന്നത്. നാട്ടുകാരൻ ഈ വിവരം അറിഞ്ഞ് ഇവിടേക്ക് എത്തുകയും പിന്നീട് ജനപ്രതിനിധികളെയും പോലീസിനും ഫയർഫോഴ്സിലും വിവരം അറിയിക്കുകയായിരുന്നു. ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഈ രക്ഷാപ്രവർത്തനം നടത്തുന്നത്. 3ാമത്തെ വ്യക്തിയെയും, ശ്രുതി, ആശ്വാസകരമായ വിവരം എന്ന് പറയുന്നത് 3ാമത്തെ വ്യക്തിയെയും ഉദ്യോഗസ്ഥർക്ക് കരയ്ക്ക് എത്തിക്കാൻ സാധിച്ചിരിക്കുന്നു. ഇനി 1 വ്യക്തിയെ മാത്രമാണ് എത്തിക്കാനുള്ളത്. വൃദ്ധരായ 2 പേരെ എത്തിച്ചിരിക്കുന്നു. വൃദ്ധയായ വനിതയെ എത്തിച്ചു. അതിന് പിന്നാലെ ഇപ്പോൾ വൃദ്ധയായ പുരുഷനെയും ഇപ്പോൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ കരയ്ക്ക് എത്തിച്ചിട്ടുണ്ട്. ഇനി ഒരു യുവാവിനെയാണ് കരയ്ക്ക് എത്തിക്കാനുള്ളത്. ഇദ്ദേഹത്തിനൊപ്പം മറ്റൊരു ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ ഉണ്ട്. ഇനി ഉടൻ തന്നെ ഇദ്ദേഹത്തെയും കരയ്ക്ക് എത്തിക്കാൻ സാധിക്കുമെന്ന രീതിയിലുള്ള വിവരങ്ങളാണ് ലഭിച്ചിട്ടുള്ളത്. 1 മണിക്കൂർ മുമ്പാണ് ഈ 4 പേരും ചിറ്റൂർ ഗായത്രി പുഴയ്ക്ക് ഇടയിൽ കുടുങ്ങിപ്പോയത്. പെട്ടെന്ന് ജലനിരപ്പ് ഉയരുകയായിരുന്നു. കുളിക്കാൻ വേണ്ടി എത്തിയതാണ് ഇവർ. ഏതായാലും 3ാമത്തെ വ്യക്തി ഏറ്റവും ആശ്വാസകരമായിട്ടുള്ള വിവരം വരുന്നു. 3ാമത്തെ വ്യക്തിയെയും ഉദ്യോഗസ്ഥർ കരയ്ക്കെത്തിച്ചിരിക്കുന്നു. ഇനി ഒരു യുവാവിനെ മാത്രമാണ് രക്ഷപ്പെടുത്താനുള്ളത്. പുഴയിൽ ജലനിരപ്പ് ഉയരുന്നത് മാത്രമാണ് രക്ഷാപ്രവർത്തനത്തിന് ഒരു തടസ്സമായി നിലവിലുള്ളത്. മഴയ്ക്ക് നേരിയ ശമനം ഉണ്ട് എന്നുള്ള രീതിയിലുള്ള വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ട്. ജനപ്രതിനിധികളും പോലീസും ഫയർഫോഴ്സും ഉടൻ തന്നെ ഈ വിവരം അറിഞ്ഞ് ഇവിടേക്ക് എത്തി രക്ഷാപ്രവർത്തനം ആരംഭിക്കുകയായിരുന്നു. ഈ 4 പേരും കുടുങ്ങിക്കിടന്ന പാറയിലേക്ക് ഒരു വടം എത്തിച്ച് അതിലൂടെ ഈ ലൈഫ് ജാക്കറ്റും മറ്റ് സംവിധാനങ്ങളും ഉപയോഗിച്ച ആളുകളെ നടത്തി തന്നെയാണ് ഉദ്യോഗസ്ഥർ ഈ കരയിലേക്ക് എത്തിച്ചിട്ടുള്ളത്. ഇനി